ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പവർ ക്യാപ്സ്യൂളിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് ഇതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, കണ്ടിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഉപകരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ തീർച്ചയായും മിസ്സാക്കരുത്. തീർച്ചയായും അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകരിക്കും. നമ്മൾ പവർ ക്യാപ്സ്യൂൾ എന്നൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ ക്ലാസ്സുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കിയ ശേഷം മതി. ഈ ക്ലാസ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മുമ്പത്തെ ക്ലാസ്സുകൾ തീർച്ചയായും കാണുക. പവർ ക്യാപ്സ്യൂളിൻ്റെ മാത്രമല്ല മറ്റ് പല പ്ലേലിസ്റ്റുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഓരോ പ്ലേലിസ്റ്റുകളും നോക്കി അതിൽ ഉപകാരപ്പെടുന്നത് പ്ലേലിസ്റ്റുകൾ മാത്രമല്ല മുമ്പിട്ട് ഏതെങ്കിലും വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് യൂസ് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾ അതിനെ യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, കൊടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്തായാലും തരുന്ന ഓരോ ക്ലാസ്സുകളും അവിടെ നിന്ന് തന്നെ പഠിച്ചു പോകും. ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് തരാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മുമ്പത്തെ ക്ലാസ്സുകൾ തീർച്ചയായും നിങ്ങളെ മിസ്സാക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ 10th പ്രിലിംസിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അതായത് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അധികം പെൻഡിങ് വരാതെ സമാധാനത്തിൽ പഠിച്ചു പോകാൻ പറ്റും. പക്ഷേ പകുതി വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ നിങ്ങൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് അപ്രൂവ് ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് ഒരുപാട് പെൻഡിങ് വരുന്നത് എനിക്കും പ്രശ്നമാണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് തോന്നരുത്. ഒരുപാട് പഠിക്കാനുണ്ട്, ഇത്രയും ഞാൻ പഠിക്കണ്ട, ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് തോന്നരുത്. ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് നല്ല രീതിയിൽ പോകാൻ പറ്റും. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാതെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും ഇപ്പം തന്നെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. കുറച്ചുകൂടെ കഴിയട്ടെ, ഇപ്പം ഇങ്ങനെ കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ നോക്കിയിട്ട് പോവുക. അങ്ങനെ പഠിക്കരുത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഒക്കെ വെച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിൽ പഠിച്ചു പോവുക. ഇനി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ലെങ്കിലാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്തോ. 2 ബാച്ചുകൾ നമുക്കുണ്ട്. നോർമൽ ബാച്ചും ഉണ്ട്, അതുപോലെ തന്നെ പ്രീമിയം ബാച്ചും ഉണ്ട്. രണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഏത് ബാച്ചിലാണെങ്കിലും നിങ്ങൾക്ക് ഏതാണോ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുക ആ ബാച്ചിൽ ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം തന്നെയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സമാധാനത്തിൽ പഠിച്ചു പോകാൻ ശ്രമിക്കും. പിന്നെ ഓരോ കാര്യങ്ങളും റിവിഷൻ ചെയ്യട്ടെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു തീർത്തിട്ടുണ്ട്. ഈ പവർ ക്യാപ്സ്യൂളുടെ സെഷനിൽ മാത്രമായിട്ട് നമ്മൾ ഒരുപാടെണ്ണം തീർത്തിട്ടുണ്ട്. ഇപ്പോൾ വിറ്റാമിനുകളുടെ രാസനാമങ്ങൾ നമ്മൾ തീർത്തു. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, സങ്കര ഇനങ്ങൾ, അങ്ങനെ ഇഷ്ടം പോലെ ടോപ്പിക്കുകൾ നമ്മുടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ, അതൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നല്ല രീതിയിൽ നിങ്ങൾ റിവിഷൻ ചെയ്യണം. ഓക്കെ, ജസ്റ്റ് പഠിച്ചു പോയാൽ മാത്രം പോരാ. നിങ്ങൾക്ക് തോന്നും ഇനിയും ഞാൻ കൂടുതൽ പഠിക്കുകയാണ് വേണ്ടത് നമ്മുടെ മനസ്സിന് തോന്നും. പക്ഷെ പഠിച്ച കാര്യങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുണ്ടാവണം. ആ കാര്യത്തിൽ പിന്നെ ഒരു ഡൗട്ട് ഉണ്ടാവാൻ പറ്റില്ല. ആ ഭാഗത്ത് നിന്ന് പിന്നെ ഇനി നിങ്ങൾക്ക് മാർക്ക് പോകാൻ പാടില്ല. അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടായിട്ട് മാത്രമേ അടുത്ത ഭാഗത്തിലേക്ക് എപ്പോഴും കടക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചില ഭാഗങ്ങൾ എനിക്ക് ഇപ്പോഴും ഓക്കെ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ റിവിഷൻ ചെയ്യുക. പറ്റുന്നത്ര റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത് സെറ്റ് ആക്കുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിൽ വരുന്നതൊക്കെ ഏതൊക്കെ എടുത്തൊന്നും ഓർമ്മല്ല. ഒരുപാട് ടോപ്പിക്കുകൾ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള എൻ്റെ ഓർമ്മയിൽ വരുന്ന ടോപ്പിക്കുകളൊക്കെ നമുക്ക് തുടക്കത്തിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ മറക്കരുത്, നല്ല രീതിയിൽ നിങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട റിവിഷൻ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യണം. ആഴ്ചയിൽ ഒരു ദിവസം എപ്പോഴും റിവിഷൻ ആയിട്ടൊക്കെ മാറ്റി വെക്കുക. നമ്മുടെ ബാച്ചിലും അങ്ങനെ തന്നെയാണ്. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് റിവിഷൻ ആയിട്ടുള്ള ദിവസമാണ്. അന്ന് നിങ്ങൾക്ക് റിവിഷൻ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ബാച്ചിൽ എത്രയും പെട്ടെന്ന് അംഗമാവാൻ ശ്രമിക്കുക. നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ക്ലാസ്സുകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. വെയിറ്റ് ആക്കരുത്. അതായത് നിങ്ങൾക്ക് കൂടുതൽ പെൻഡിങ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ജോയിൻ ആവുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അധികം പറയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ സ്ട്രെസ് ഒഴിവാക്കുക കേട്ടോ. മാക്സിമം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. സാറേ പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ പല ടെൻഷനുകളും പല നെഗറ്റീവുകളും കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. നിങ്ങൾ ആദ്യം നെഗറ്റീവുകളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. അതായത് എപ്പോഴും പഠിക്കുന്നതിന് മുമ്പ് നല്ല രീതിയിലൊന്ന് മെഡിറ്റേഷൻ ചെയ്ത് നല്ലൊരു പോസിറ്റീവ് എനർജിയോടുകൂടെ മാത്രം പഠിക്കാനിരിക്കാൻ ശ്രമിക്കുക. നമ്മളൊരു പോസിറ്റീവ് എനർജിയോടുകൂടെ അതിനോട് അഭിമുഖീകരിച്ചാലേ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോസിറ്റീവായിട്ട് നമ്മുടെ മൈൻഡിൽ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ചോർന്ന് പോയിക്കൊണ്ടിരിക്കും. കാരണം ഈ നെഗറ്റീവ് മൈൻഡും അതിൻ്റെ ഒപ്പം പഠിക്കുന്ന കാര്യങ്ങൾ രണ്ടും കൂടെ മിക്സ് ആയിട്ട് അതങ്ങോട്ട് പോയിക്കോളും. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കരുത്. മാക്സിമം നല്ല പോസിറ്റീവ് എനർജിയോടുകൂടെ പഠിക്കുക. പറയാൻ ഭയങ്കര എളുപ്പമാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതായത് ഇത്രയും കാര്യങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങളല്ലേ എന്നൊക്കെ പലർക്കും തോന്നുന്നുണ്ടാവും. എല്ലാവർക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് തോന്നും, അതായത് എനിക്ക് തോന്നും എനിക്ക് മാത്രം ഈ പ്രശ്നങ്ങളൊക്കെ, ഞാൻ മാത്രം എന്തെങ്ങനെ, എനിക്ക് മാത്രം എന്തെങ്ങനെ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. എനിക്ക് മാത്രം എന്നുള്ള ഈ മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ആലോചിക്കാൻ വരുന്നത്. ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള സ്ട്രഗ്ലിങ്ങിലാണ്. ഓക്കെ, പലരും പല രീതിയിലാണ്. അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പലരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരതിനൊക്കെ തരണം ചെയ്തു വന്ന് പിന്നെയും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളും അതുപോലെ ശ്രമിക്കണം. നിങ്ങളുള്ള ഈ സംഭവങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല നിങ്ങൾക്ക്. അപ്പോൾ ഈ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് സൊല്യൂഷൻ കണ്ടെത്തി നല്ല രീതിയിൽ അതിനെ അവിടെ മാറ്റി നിർത്തി നല്ല സൊല്യൂഷൻ ആയിട്ട്, അതായത് ആ സൊല്യൂഷൻ ഒന്ന് കണ്ടെത്തി അത് പഠിക്കാൻ ടൈം കൊടുക്കുക മാക്സിമം. ഓക്കെ, അതായത് ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് പഠിക്കാൻ ശ്രമിക്കില്ല. ഇതൊക്കെ മുട്ടുന്യായങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ഈ
ഈ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സമയം കിട്ടുന്നില്ല, എനിക്ക് സാഹചര്യം കിട്ടുന്നില്ല എന്നതൊക്കെ നമ്മുടെ മുട്ടുചായങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം കിട്ടും, നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം കിട്ടും. അപ്പോൾ തീരുമാനം എടുക്കുക, എത്രയും പെട്ടെന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക. പിന്നെ കോൺഫിഡൻസ് ഉണ്ടാക്കുക. അതായത് ഞാനിത് നേടും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ മുമ്പിലുള്ളതൊക്കെ നിങ്ങൾക്ക് ജഗപൊക്കെയാണ്, ഒക്കെ നിങ്ങൾ മാറ്റിക്കോളും. ഓക്കെ, പിന്നെ എന്തൊക്കെ മുമ്പിൽ വന്നു നിന്നാലും അതിനെ തട്ടിക്കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകും. നിങ്ങൾക്ക് എന്തൊരു ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ഉറപ്പുണ്ട്, ഇപ്രാവശ്യത്തെ ജോലിയിൽ ഞാൻ എന്തായാലും കയറും എന്നൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ട്. ആ ഉറപ്പ് മനസ്സിൽ തന്നെ ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം. നിങ്ങൾക്കാണ് ആദ്യം ഉറപ്പ് വേണ്ടത്. സാറേ ഇതെനിക്ക് കിട്ടുമോ അങ്ങനെ ചോദിച്ച് മെസ്സേജ് അയക്കരുത്. ഇത് നിങ്ങൾക്ക് കിട്ടും, അത് നിങ്ങളുടെ ഉറപ്പാണ്. സാറേ ഇതെങ്ങനെ എനിക്ക് കിട്ടും എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ സ്ട്രാറ്റജി പറഞ്ഞു തരും. നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത് ഇതുവരെ നിങ്ങൾക്കുള്ള ഫോൾട്ടുകൾ എന്താ. ഞാൻ പലർക്കും അങ്ങനെ റിപ്ലൈ കൊടുക്കാറുണ്ട്. എനിക്ക് മെസ്സേജുകൾ വരുമ്പോൾ അതായത് അവർക്കുള്ള ഫോൾട്ടുകൾ, നിങ്ങൾ മുമ്പ് അറ്റൻഡ് ചെയ്തതിൽ നിങ്ങൾക്ക് വരുന്ന ഫോൾട്ടുകൾ എന്താണെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഏത് ഭാഗത്താണ് മാർക്ക് കുറയുന്നത്, എന്തുകൊണ്ടാണ് മാർക്ക് കുറയുന്നത്, ഞാൻ ഫുള്ള് ചോദിച്ചറിയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ മാറ്റിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ എനിക്ക് കിട്ടുമോ എന്നുള്ളതല്ല, എനിക്ക് എങ്ങനെ കിട്ടും എന്നുള്ള ചോദ്യം മാത്രം നിങ്ങളുടെ മനസ്സിലായാൽ മതി. എനിക്ക് എന്തായാലും കിട്ടും, അതായത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും, ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ മനസ്സിന് ബാക്കിയൊക്കെ കളയട്ടോ, ബാക്കി ഒന്നും വേണ്ട, എന്തായാലും ഈ ജോലി കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നുള്ളത് ആലോചിച്ച് നോക്കുക. അതായത് പിന്നുള്ള എല്ലാത്തിനുള്ള സൊല്യൂഷനാണ്. ഇപ്പോഴുള്ള പല പ്രശ്നങ്ങൾക്കും 99% പ്രശ്നങ്ങൾക്കും പിന്നെ സൊല്യൂഷനാണ് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ പല രീതിയിലുള്ള നെഗറ്റീവും ഇപ്പോൾ മൈൻഡിലുണ്ടാവും, പല രീതിയിൽ നെഗറ്റീവ് പറയുന്ന ആളുകൾ ചുറ്റുണ്ടാവും. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ സ്ട്രഗിൾ ചെയ്താലേ, നിങ്ങൾ വർക്കൗട്ട് ചെയ്താലേ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താലേ നിങ്ങൾക്കുള്ളത് കിട്ടുള്ളൂ. ആ ഒരു തോന്നൽ, അതായത് ആ ഒരു ഇത് മനസ്സിലുണ്ടാവണം. ഓക്കെ, അല്ലാതെ ഇവരൊന്നും അതായത് ഈ കുറ്റം പറയുന്ന ആളുകളൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യണില്ല. ഇവർ നിങ്ങൾക്ക് നെഗറ്റീവ് പറഞ്ഞു തരും. നീയൊക്കെ പഠിച്ചാൽ കിട്ടുമോ, നിനക്കൊക്കെ ഇത് നേടാൻ പറ്റുമോ, അതായത് എത്രങ്ങാനും ആൾക്കാർ, എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്നതാണ്, ഇതിലൊക്കെ നിനക്ക് കിട്ടുമോ. ഇങ്ങനെ ഈ ലക്ഷക്കണക്കിൽ എഴുതുന്ന ആൾക്കാരിൽ നിന്നാണ് എപ്പോഴും 100, 200 ആൾക്കാർ കയറി പോകുന്നത്. അത് പലരും ആവും. ഓക്കെ, അതിൽ നിങ്ങൾക്കും ആവാൻ പറ്റും. മനുഷ്യന്മാർ തന്നെയാണ് കയറി പോകുന്നത്, റോബോട്ടുകളൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഈ നെഗറ്റീവ് പറയുന്ന ആളുകളുടെ മനസ്സിൽ നിന്ന് കളയാം. അതായത് നെഗറ്റീവ് അവർക്ക് പ്രത്യേകിച്ച് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തി തരാമല്ല, അവർ നമുക്ക് ഒരു ഐഡിയയും പറഞ്ഞു തരില്ല. അതായത് നിങ്ങൾ ഇത് ചെയ്താൽ കിട്ടും, അങ്ങനെ ഇത് പറഞ്ഞു തരില്ല. അങ്ങനെ പറഞ്ഞു തരുന്ന ആൾക്കാർ കുറവാണ്. അങ്ങനെ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ എടുത്തോ, അത് പോസിറ്റീവായിട്ട് തന്നെ ഉള്ളിലേക്ക് എടുത്തു. അതായത് അവരിങ്ങനെ ഒരു സജഷൻ പറയുന്നുണ്ട്, ചിലപ്പോൾ അത് നല്ലതാവും, അത് ആലോചിച്ച് നോക്കുക, ചിന്തിച്ച് നോക്കുക. അങ്ങനെ സജഷൻസ് പറയുന്നവരെ, അതായത് നെഗറ്റീവ് മാത്രമല്ല, നീയൊന്നും പഠിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്നവരല്ല, നീയൊക്കെ നീ ഇങ്ങനെ പഠിച്ചാൽ കിട്ടുമോ, നീ ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതായത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉണ്ടാവും, അവർ പറഞ്ഞു തരും നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആളുകളുടെ വാക്കുകൾ എടുക്കുക. അല്ലാതെ നീ ഒന്നും പഠിച്ചാൽ കിട്ടില്ല, നിനക്കൊക്കെ എങ്ങനെ കിട്ടാൻ, അത്രയും ആൾക്കാരെ എഴുതുന്നില്ല, ഈ രീതിയിൽ പറയുന്ന ആൾക്കാരെ തട്ടിക്കണേ. ഓക്കെ, അതൊന്നും മൈൻഡിൽ വേണ്ട. അപ്പോൾ അതൊക്കെ വിട്. ഓക്കെ, ഇങ്ങനത്തെ ആൾക്കാരൊന്നും മൈൻഡിൽ വേണ്ട. അവരെ കൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടാവില്ല, അത് ചിന്തിച്ചാൽ മതി. ഒരു ഉപകാരം ഇല്ലാത്ത കുറേ സാധനങ്ങളാണ്. ഓക്കെ, തട്ടി കളഞ്ഞിട്ട് പോവുക. ഓക്കെ, അവരെ കൊണ്ട് നമുക്ക് ഒരു ഉപകാരവും കിട്ടാല്ല, ഉപദ്രവിക്കാൻ മാത്രം വരികയാണ്. നമുക്ക് ഈ നെഗറ്റീവ് വരുമ്പോൾ നമുക്കാണ് അത് ഉപദ്രവം ഉണ്ടാക്കുന്നത്. ഓക്കെ, നമുക്കാണ് അത് നെഗറ്റീവ് കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് നമുക്കാണ്. അവർക്ക് ഈ പറഞ്ഞു കഴിഞ്ഞാൽ അത് വായെന്ന് പോയി, അത് കഴിഞ്ഞു. നമ്മുടെ മൈൻഡിലാണ് അത് കടന്ന് കളിക്കുക. അപ്പോൾ മൈൻഡിൽ അത് ഉണ്ടാവരുത്, മൈൻഡിൽ നിന്ന് അത് പോകണം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക, നല്ല പോസിറ്റീവ് എനർജിയോട് കൂടെ പഠിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നല്ല അടുത്ത ഒരാളുണ്ടാവും നിങ്ങൾക്ക് എപ്പോഴും. അപ്പോൾ ഈ അടുത്ത ആളോട് നല്ല രീതിയിലൊന്ന് തുറന്ന് സംസാരിക്കുക. നല്ല ഒരാൾ എല്ലാവർക്കും ഒപ്പം ഉണ്ടാവും. ഓക്കെ, ഇനി ആരുമില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിൽ മെസ്സേജ് അയച്ചോ, നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴെങ്കിലും മെസ്സേജ് കാണുകയാണെങ്കിൽ, ചിലപ്പോൾ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണാതെ പോകും, ഞാൻ ഉറപ്പൊന്നും പറയില്ല. പക്ഷേ പിന്നെ നിങ്ങൾ മെസ്സേജ് അയച്ച് അതിൻ്റെ താഴെ ഒന്നുകൂടെ നിങ്ങൾ മാർക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും കാണും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. പിന്നെ ഇനി ബാച്ചിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ മാത്രം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാത്തവരാണെങ്കിലും മനസ്സിൽ നിന്ന് ഈ നെഗറ്റീവുകളൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അധികം ഒന്നും പറയാം, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് റിവിഷനും ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം. എന്താണ് അഞ്ചുതെങ്ങ് കലാപം? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. നടന്ന വർഷം എപ്പോഴാണ്? 1697. നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ റിവൈസ് ചെയ്യാൻ കൂടണേ, എൻ്റെ കൂടെ തന്നെ കൂടണേ. നിങ്ങൾക്ക് വേണ്ടിയുള്ള റിവിഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക, നിങ്ങളും ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അപ്പോൾ ചോദ്യം വരികയാണ്, അഞ്ചുതെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ച വർഷം എപ്പോഴാണെന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? 1695 അഞ്ചുതെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ചത്. പിന്നെ അവിടുന്ന് ഒരു ചോദ്യം വരും, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതെന്നുള്ളത്. എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. നമ്മൾ കണക്ഷനൊക്കെ വെച്ച് പഠിച്ചു. നമ്മൾ സംഘടിച്ച് ആറ്റിലേക്ക് കുളിക്കാൻ പോകണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ തന്നെ ഓർത്തു വെക്കുക. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. വർഷം മറക്കരുതേ, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് 1721. പിന്നെ അവിടുന്ന് ചോദ്യം വരും, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാര്? ആരാണ്? ഗിഫോർഡ് ആണ് കേട്ടോ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. പിന്നെ ചോദ്യം വരും, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപം
കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് 1723. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. എല്ലാം ഓർമ്മയിൽ നിൽക്കുന്നുണ്ടല്ലോ അല്ലെ? വേണാട് ഉടമ്പടിയിൽ ആരാണ് ഒപ്പുവെച്ചത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അലക്സാണ്ടർ ഓം ആണ്. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ചത് ആരെന്നൊക്കെ ചോദ്യം വരാറുണ്ട്. ആരാണ് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്? ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ് അല്ലെ? അപ്പൊ ചോദ്യം വരും കേട്ടോ, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വരും. ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, തിരുവിതാംകൂറിന്റെ അശോകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതും മാർത്താണ്ഡവർമ്മയാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ അഞ്ചുതെങ്ങ് ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പഴശ്ശി കലാപങ്ങൾ 2 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ പഠിച്ചു. 793 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം നമ്മൾ പഠിച്ചു. 800 മുതൽ 805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ പിന്നെ രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപനാണ് ആർത്തർ വെല്ലസ്ലി എന്ന് നമ്മൾ പഠിച്ചു. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ, തലശ്ശേരി, തലയിൽ മുടി വെട്ടാൻ ആര് വേണം? ബാർബർ വേണം. അപ്പൊ തോമസ് ഹാർവേ ബാബർ. തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ചോദിച്ചാൽ TH ബാബർ അല്ലെങ്കിൽ തോമസ് ഹാർവേ ബാബർ. പിന്നെ രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? തലക്കൽ ചന്തു ആണ്. തലക്കൽ ചന്തു ആണ്. ഓക്കെ, അതൊക്കെ കിട്ടുന്നുണ്ടാവും. പിന്നെ സങ്കര ഇനങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ? സങ്കര ഇനങ്ങൾ, നെല്ലിന്റെ സങ്കര ഇനം എപ്പോഴും ചോദിക്കും അല്ലെ? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ കാണാത്തവരാണെങ്കിൽ കാണാട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അവിടുന്ന് ഇതിപ്പോൾ നമ്മുടെ റിവിഷൻ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. പക്ഷേ ക്ലാസ് ആകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ തന്നെ പഠിപ്പിച്ചു വിടും. അത്രയും തവണ ഞാൻ അവിടെ റിപ്പീറ്റ് ചെയ്ത് ഈ സങ്കര ഇനങ്ങളൊക്കെ അവിടെ നിന്ന് ഫിക്സ് ആക്കി വിടുന്നുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മുമ്പത്തെ ക്ലാസ്സുകൾ പോയി കാണാം. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നവരെ കൂടെ റിപ്പീറ്റ് ചെയ്യണേ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണയാണ് നെല്ലിന്റെ സങ്കര ഇനങ്ങൾ. പിന്നെ പയറിന്റെ സങ്കര ഇനങ്ങൾ ഏതാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതികയാണ് പയറിന്റെ സങ്കര ഇനങ്ങൾ. പയറിന്റെ സങ്കര ഇനങ്ങളാണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. നമ്മൾ പാട്ടിലൂടെ ഒക്കെ പഠിച്ചതാണ്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അങ്ങനെയൊക്കെ പാട്ട് പോലെയൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഓർത്തു വെക്കുക. മാല വെച്ചിട്ടൊക്കെ ഓർക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മാലിക, മാല, പയറ് മാല പോലെ ഇടുന്നതൊക്കെ വെച്ചിട്ട് ഓർക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ വെണ്ട, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. അതും നമ്മൾ കണക്ഷൻ വെച്ച് പഠിച്ചതാണ്. വെണ്ട, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. അർക്ക വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മൾ കോഴിനെയൊക്കെ അറക്കാൻ പോകുമ്പോൾ അഥവാ കോഴിക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ കോഴി എന്ത് പറയും? വേണ്ട വേണ്ട എന്ന് പറയില്ല. അപ്പൊ അത് വെച്ചിട്ട് വെണ്ടനെ കണക്ട് ചെയ്തോട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കണക്ഷൻ വെക്കുക. പിന്നെ പച്ചമുളക്, സുഖാണ്. ഉജ്ജ്വലം അല്ലേ? അപ്പൊ ഉജ്ജ്വല, ജ്വാലമുഖി, ജ്വാല, അനുഗ്രഹ അല്ലെ? ഈ പച്ചമുളക് കടിച്ചിട്ട് ഇങ്ങനെ ഉജ്ജ്വലം, ജ്വാല. ഇതൊക്കെ കഴിഞ്ഞ് വല്ല ഐസ് കട്ടയോ അല്ലെങ്കിൽ പഞ്ചസാരയോ എന്തെങ്കിലും എടുത്ത് വായിലിട്ട് എന്താണ്? അനുഗ്രഹം. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. എല്ലാതും ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ഉറപ്പിൽ പോവാണ്. പിന്നെ തക്കാളിയുടെ എന്താണ്? അക്ഷയ, അനഘ, മുക്തി. ഓർമ്മ ഉണ്ടാവും അല്ലേ? തക്കാളിയുടെ സങ്കര ഇനങ്ങളാണ് അക്ഷയ, അനഘ, മുക്തി. പിന്നെ നമ്മൾ ഏതൊക്കെ പഠിച്ചു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരെന്ന് ചോദ്യം വരാറുണ്ട്? ജെയിംസ് ഓട്ടിസ് ആണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ പറഞ്ഞു പോകുന്നത്. ഫുള്ള് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അടുത്തതും നമുക്ക് പഠിക്കാനുള്ളതല്ലേ. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ആരാണ് ഉയർത്തിയത്? ജെയിംസ് ഓട്ടിസ് ആണ്. അപ്പൊ ആരാണ് ജെയിംസ് മാഡിസൺ? ജെയിംസ് മാഡിസൺ ആരാണ്? അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ്. അപ്പൊ അതൊക്കെ ഓർത്തു വെക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ ഓർത്തു വെക്കുക. ഏതെങ്കിലുമൊക്കെ മനസ്സിൽ കിട്ടുന്നില്ലെങ്കിൽ ഒന്നും കൂടെ പോയിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക. പിന്നെ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സങ്കര ഇനങ്ങൾ പറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ചോദിക്കുകയെ, താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയാണ് അല്ലെ? സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ആദ്യ സ്ഥിര അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് ഡിസംബർ 6. ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 9 ആദ്യ സമ്മേളനം. ഈ ആദ്യ സമ്മേളനത്തിലാണ് താൽക്കാലിക അധ്യക്ഷൻ ഉണ്ടായിരുന്നത്. ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ കുറച്ച് ഞാൻ സ്പീഡിലാണ് പറയുന്നത്, എനിക്കറിയാം. ക്ലാസ് വരുമ്പോൾ നമുക്ക് സ്ലോയിൽ തന്നെ പഠിച്ചു പോവാം. റിപ്പീറ്റിംഗ് ആയതുകൊണ്ട് കുറച്ച് സ്പീഡിൽ നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഡിസംബർ 11 അടുത്ത സമ്മേളനം. അതായത് എന്താണ്? താൽക്കാലിക അധ്യക്ഷൻ മാറി സ്ഥിര അധ്യക്ഷനായി. ആരാണ് സ്ഥിര അധ്യക്ഷൻ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് സ്ഥിര അധ്യക്ഷൻ. പിന്നെ അടുത്ത ഡേറ്റ് നമ്മൾ പഠിച്ചത് ഡിസംബർ 13. നെഹ്റു എന്ത് അവതരിപ്പിച്ചു? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു അല്ലെ? നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ചോദ്യം വരും, ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര് എന്ന് ചോദ്യം വന്ന ജവഹർലാൽ നെഹ്റു ആണ്. എന്ന് ചോദ്യം വന്ന
1946 ഡിസംബർ 13 ഡിസംബർ 13 ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അപ്പൊ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖം നമ്മൾ പഠിച്ചതാണ്. ആരാണ് ആമുഖം വേണമെന്ന് ആദ്യം പറഞ്ഞത്? ആരാണ്? BN റാവു ആണ്. BN റാവു ആണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത്. ആരാണ്? BN റാവു. BN റാവു ആണ്. എല്ലാം ഓർത്തിരിക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഏകദേശം ഒക്കെ ഒന്ന് ഇങ്ങനെ റിവിഷൻ ചെയ്ത് പോകാം കേട്ടോ. എല്ലാതും നമുക്ക് ഫുൾ റിവിഷൻ ചെയ്യാനുള്ള ഒരു ടൈം ഇല്ല. നമുക്ക് അടുത്ത് പഠിക്കണ്ട, അടുത്ത് നോക്കാം കേട്ടോ. നമുക്ക് ഇന്ന് ആദ്യം നോക്കാനുള്ളത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം എപ്പോഴും ചോദിക്കാറുണ്ട്. ആ വർഷം നമുക്കറിയാം 1935 ആണ്. ഇനി ദിവസം അറിയില്ലെങ്കിൽ ഏപ്രിൽ 1 ആണെന്നുള്ള ദിവസം ഓർത്തു വെക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എന്നാന്ന് ഓർത്തു വെച്ചാൽ മതി. ഏപ്രിൽ 1 അപ്പൊ അതുമായിട്ട് നമ്മുടെ RBIനെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇനി റിവിഷനൊക്കെ കഴിഞ്ഞു, സമാധാനത്തിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച തീയതി അല്ലെങ്കിൽ RBI നിലവിൽ വന്നത് എന്ന് ചോദ്യം വന്ന എന്നാണ്? 1935 ഏപ്രിൽ 1 1935 ഏപ്രിൽ 1 നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് അവിടെ കയറിയിരിക്കുന്ന നമ്മുടെ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എപ്പോഴാണ്? 1935 ഏപ്രിൽ 1. ചോദ്യം എങ്ങനെയും വരും. RBI നിലവിൽ വന്ന വർഷം 1935 ഏപ്രിൽ 1 നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI നിലവിൽ വന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണെന്ന് ചോദ്യം വന്ന ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. 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 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ RBI നിലവിൽ വന്നത് എപ്പോഴാണ്? 1935 ഏപ്രിൽ 1. RBI ആക്ട് ആണ് ചോദിക്കുന്നതെങ്കിൽ 1934 കേട്ടോ. 1934 RBI ആക്ട്. നമുക്ക് പഠിക്കാം. ഇപ്പൊ ഈ വർഷം പഠിച്ചു. അത് ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കും അല്ലെ. RBI നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1935 ഏപ്രിൽ 1. ഈ RBI ആണ് എന്തറിയപ്പെടുന്നത്? വായ്പകളുടെ നിയന്ത്രകൻ, ബാങ്കുകളുടെ ബാങ്ക്, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? RBI ആണ്. എന്തൊക്കെയാണ്? വായ്പകളുടെ നിയന്ത്രകൻ. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് RBI ആണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് NABARD ആണ് കേട്ടോ. എന്താണ്? NABARD ആണ്. NABARD. ഓക്കെ, അപ്പൊ വായ്പകളുടെ നിയന്ത്രകൻ എന്നും ബാങ്കുകളുടെ ബാങ്ക് എന്ന് നമുക്ക് അറിയപ്പെടുന്നത് RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്കിന്റെ ആദ്യ ആസ്ഥാനം എവിടെയാണ്? ആദ്യം കൊൽക്കത്തയിലായിരുന്നു. പക്ഷെ നമുക്ക് ചോദ്യം വരും, നിലവിലെ ആസ്ഥാനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ആസ്ഥാനം മുംബൈ ആണ് കേട്ടോ. മുംബൈ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ആസ്ഥാനം. ആദ്യ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയാണ്. അത് നമുക്ക് ഓർത്തു വെക്കാം. അതായത് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം ഇപ്പോൾ നിലവിൽ ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തലസ്ഥാനം, ആദ്യം ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? അതും ഈ കൊൽക്കത്തയാണ്. അപ്പൊ കൊൽക്കത്ത അങ്ങനെ ഓർത്തു വെക്കുക. ആദ്യം കൊൽക്കത്തയായിരുന്നു എന്ത്? നമ്മുടെ തലസ്ഥാനവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഒക്കെ ആദ്യം കൊൽക്കത്തയായിരുന്നു. ഇപ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ്. നമ്മുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. തലസ്ഥാനം മാറിയ വർഷം 1911 കേട്ടോ. ഏത്? കൊൽക്കത്ത മാറി ന്യൂഡൽഹി ആയത് 1911. അതും ഓർത്തു വെക്കുക. റിസർവ് ബാങ്കിന്റെ നിലവിലെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ് കേട്ടോ. മുംബൈ ആണ് റിസർവ് ബാങ്കിന്റെ നിലവിലെ ആസ്ഥാനം. എവിടെയാണ്? മുംബൈ ആണ്. റിസർവ് ബാങ്ക് നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 1935 ഏപ്രിൽ 1 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്? ഏത് കമ്മീഷനാണ്? ഓർത്തു വെക്ക്. ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ. റിസർവ് ബാങ്കിന്റെ കേരളത്തിലെ ആസ്ഥാനം നമുക്ക് കിട്ടും. അത് തിരുവനന്തപുരമാണ്. റിസർവ് ബാങ്കിന്റെ കേരളത്തിലെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ എന്താണ്? തിരുവനന്തപുരം. റിസർവ് ബാങ്കിന്റെ കേരളത്തിലെ ആസ്ഥാനമാണ് തിരുവനന്തപുരം. റിസർവ് ബാങ്കിന്റെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. ആദ്യം ആസ്ഥാനം എവിടെയായിരുന്നു? കൊൽക്കത്ത. കേരളത്തിലല്ല. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ കൊൽക്കത്ത. നിലവിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ മുംബൈ. സെറ്റാണ്. ഓക്കെ, അടുത്തത് നോക്കാം. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച തീയതി ഈ വർഷവും നമ്മൾ പഠിക്കണം. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് എപ്പോഴാണ് പഠിക്കണേ? 1949 ജനുവരി 1. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത്. ഓക്കെ, റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് എപ്പോഴാണ്? 1949 ജനുവരി 1. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത്. ദേശസാൽക്കരിച്ച വർഷം 1949 ജനുവരി 1. ദേശസാൽക്കരിച്ചത്
1949 ജനുവരി 1. നിലവിൽ വന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1. പഠിച്ചല്ലോ. അടുത്ത നോക്ക്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗം അല്ലെ, റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം ഏതാന്ന് ചോദിച്ചാൽ അത് കടുവയാണ്. കടുവ. ഓക്കെ, മൃഗം ഏതാന്ന് ചോദിച്ചാൽ കടുവയും വൃക്ഷം ഏതാന്ന് ചോദിച്ചാൽ എണ്ണപ്പനയുമാണ്. ഓക്കെ, അപ്പൊ മൃഗം ഏതാണ്? കടുവയാണ്. വൃക്ഷം ഏതാണ്? എണ്ണപ്പനയാണ്. മൃഗം ഏതാണ്? റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന അല്ലെ, മുദ്രയിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? കടുവയാണ്. വൃക്ഷം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? എണ്ണപ്പനയാണ്. ഓക്കെ, അപ്പൊ അതും സെറ്റായി. ഇനി സ്ഥാപിത മൂലധനം, ഇത് ചോദ്യം വരാറുണ്ട്. സ്ഥാപിത മൂലധനം എത്രയാണ്? 5 കോടി രൂപയാണ് കേട്ടോ. റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനം എത്രയാണ്? 5 കോടി രൂപ. റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനം എത്രയാണ്? 5 കോടി രൂപ. 5 കോടി രൂപയാണ് റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനം. ദേശസാൽക്കരിച്ച വർഷം മറക്കരുത്, 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം മറക്കരുത്, 1935 ഏപ്രിൽ 1. അതുവരെ സെറ്റ് അല്ലേ? നോക്കാം. അപ്പോൾ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം ഏതാന്ന് ചോദിച്ചാൽ കടുവയാണ്. വൃക്ഷം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? എണ്ണപ്പനയാണ് കേട്ടോ. എണ്ണപ്പനയാണ്. ഓക്കെ, അപ്പൊ ദേശസാൽക്കരിച്ച വർഷവും നമ്മൾ പഠിച്ചു. അടുത്തത് റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർമാർ ഇതിൽ കുറച്ച് പഠിക്കാണ്ട്, കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് പഠിച്ചു പോട്ടെ. ചാനലെ റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ്. ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ. അത് മാത്രം ഒന്ന് ഓർത്തു വെക്കുക. റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ, RBI ഗവർണർ അല്ല, RBIയുടെ ആദ്യ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഓസ്ബോൺ സ്മിത്ത്. സർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് അല്ലെ, ഓസ്ബോൺ സ്മിത്ത് എന്ന് പഠിച്ചാൽ മതി. ഓസ്ബോൺ സ്മിത്ത്. ഓക്കെ, റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ആണ് ഓസ്ബോൺ സ്മിത്ത്. അത് മാത്രം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നമുക്ക് ഫിക്സ് ആക്കി പോവാം. റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ്. ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ. റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ആരാണ്? ഓസ്ബോൺ സ്മിത്ത്. അത് ക്ലിയർ ആയി. അടുത്ത് നോക്കാം. കറൻസി നോട്ടുകളിൽ ഒപ്പുവെച്ച ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ജെയിംസ് ടൈലർ ആണ് കേട്ടോ. ജെയിംസ് ടൈലർ ആണ് കറൻസി നോട്ടുകളിൽ ഒപ്പുവെച്ചത്. ആദ്യമായി കറൻസി നോട്ടുകളിൽ ഒപ്പുവെച്ച റിസർവ് ബാങ്ക് ഗവർണർ ആണ് ജെയിംസ് ടൈലർ. അപ്പൊ ഒപ്പ് മാത്രം നമുക്ക് ഓർത്തു വെക്കാം. അതായത് നമ്മൾ ഏതെങ്കിലും സിനിമയുടെ ട്രെയിലർ ഒക്കെ കാണുമ്പോൾ അതിലിങ്ങനെ ആദ്യം ഒരു വെള്ള കളർ എഴുത്തു വരും, അല്ലെ, ഒരു സെൻസർ ബോർഡ് പോലെ സാധനം വരും, അതിലൊരു ഒപ്പ് ഉണ്ടാവില്ല. ആ ഒപ്പിനെ പറ്റി ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ആ ഒപ്പ് ട്രെയിലറിൽ ഒപ്പ് ഉള്ളത് ആലോചിച്ചാൽ മതി. ട്രെയിലർ കാണണമെങ്കിൽ അതിലൊരു ഒപ്പ് ഉണ്ട്, ട്രെയിലറിൽ ഒപ്പ് ഉണ്ടാവും. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. സിനിമയുടെ ട്രെയിലർ, ഒപ്പ്, ഇത് രണ്ടും വെച്ചിട്ടും കണക്ട് ചെയ്യാനേ. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഒപ്പ് ഒന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മനസ്സിൽ കരുതി വെച്ചോ. ട്രെയിലറിൽ എന്തുണ്ടാവും? ഒപ്പ് ഉണ്ടാവും. ട്രെയിലറിൽ ഒപ്പ് ഉണ്ടാവും. റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ, അതായത് റിസർവ് ബാങ്ക് ഗവർണറായ ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? CD ദേശ്മുഖ് ആണ് അല്ലെ. CD ദേശ്മുഖ് ആണ്. സിമ്പിൾ ആണ്. എന്താണ്? നമ്മുടെ ദേശക്കാരൻ എന്നാലോചിച്ചാൽ മതി. നമ്മുടെ ദേശക്കാരൻ അല്ലെ. എന്താണ്? റിസർവ് ബാങ്ക് ഗവർണറായ ആദ്യ നമ്മുടെ ദേശക്കാരൻ, ഇന്ത്യക്കാരൻ, നമ്മുടെ ദേശക്കാരൻ ദേശ്മുഖ്, നമ്മുടെ ദേശക്കാരനാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ റിസർവ് ബാങ്ക് ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? CD ദേശ്മുഖ്. ആദ്യം ഒപ്പ് വെച്ചത് എവിടെയാണ്? ഒപ്പ് കാണുക ട്രെയിലറിലാണ്. അപ്പൊ ജെയിംസ് ടൈലർ കണക്ട് ചെയ്യുക. ഓക്കെ, ടൈലർ, ജെയിംസ് ടൈലർ. അഥവാ ഇനി അങ്ങനെ ഒരു ചോദ്യം വന്ന ഓപ്ഷനിൽ ഒപ്പ് എവിടെ ഉണ്ടാവുക എന്നുള്ളത് മാത്രം ഒന്ന് കണക്ട് ചെയ്യാൻ പോകും. അപ്പൊ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, പിന്നെ RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാലോചിച്ചോ, അത് നമ്മുടെ ദേശക്കാരനാണ് എന്നത് ഓർത്തു വെച്ചു. ഓക്കെ, അപ്പൊ CD ദേശ്മുഖ് ആണ് RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ കാലം ആരാണ്? ബനഗൽ രാമറാവു ആണ് അല്ലെ. ബനഗൽ രാമറാവു, B രാമറാവു അല്ലെങ്കിൽ ബനഗൽ രാമറാവു എന്നൊക്കെ ഓപ്ഷൻ വരും. അപ്പൊ ആലോചിക്കുക, രാമറാവു രാമന്റെ കാലം തൊട്ട് റിസർവ് ബാങ്ക് ഗവർണറാണ്. അന്ന് റിസർവ് ബാങ്ക് ഇല്ല, നല്ല ഓർത്തു വെക്കുക. അപ്പൊ രാമന്റെ കാലം തൊട്ട് റിസർവ് ബാങ്ക് ഗവർണറാണ്. അന്തകാലം തൊട്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ കുറെ കാലമായി. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം രാമന്റെ കാലം തൊട്ട്. ഓക്കെ, രാമന്റെ കാലം തൊട്ട് എന്ന് ഓർത്തു വെച്ചാൽ ഏറ്റവും കൂടുതൽ കാലം കിട്ടും. ഇന്ത്യക്കാരനെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ദേശക്കാരനാണെന്ന് ആലോചിക്കുക. ഒപ്പ് വെച്ചതാണെങ്കിൽ സിനിമയുടെ ട്രെയിലർ ആലോചിക്കുക. അപ്പൊ ജെയിംസ് ടൈലറിനെ കിട്ടും. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? ആദ്യ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ്. RBI ഗവർണർ, ആദ്യത്തെ RBI ഗവർണർ ആണ് ഓസ്ബോൺ സ്മിത്ത്. RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ ആരാ? നമ്മുടെ ദേശക്കാരൻ CD ദേശ്മുഖ്. ആദ്യമായി കറൻസി നോട്ടുകളിൽ ഒപ്പുവെച്ചത് ആരാ? ഒപ്പ് ട്രെയിലറിലാണ്, സിനിമയുടെ ട്രെയിലറിൽ ഒപ്പ്. അപ്പൊ ജെയിംസ് ടൈലർ ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ കാലം ആരുടെ കാലം തൊട്ട്? രാമന്റെ കാലം തൊട്ട്. അപ്പൊ ബനഗൽ രാമറാവു. അതുവരെ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കാണ്ട് RBI ഗവർണർ ആയത് ശേഷം പ്രധാനമന്ത്രി ആയത് ആരാണ്? അത് മൻമോഹൻ സിംഗ് ആണ് അല്ലെ. മൻമോഹൻ സിംഗ് ആണ്. ഇവിടെ ഉണ്ടാവുമല്ലോ, ഡോക്ടർ മൻമോഹൻ സിംഗ് ആണേ.
പിന്നെ ഇവിടെ ഏറ്റവും കുറഞ്ഞ കാലം ആരാണ്? അമിതാവ് ഘോഷ്. അമിതാവ് ഘോഷ് അല്ലെ, ഇയാൾ ആദ്യം, അതായത് ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി, ഇദ്ദേഹം ആദ്യം വരികയാണ്, അമിതകാലം എനിക്ക് അമിതകാലം എനിക്ക് ഈ പദവിയിൽ ഇരിക്കാൻ പറ്റുന്നുള്ളത് ഒരു ആഘോഷമാക്കിയിട്ട് വരികയാണ്. പക്ഷെ പറ്റിയില്ല. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. അമിതാവ് ഘോഷ്, അമിതാവ് ഘോഷ് അമിതകാലം ഉണ്ടാവും എന്നുള്ള ആഘോഷത്തിൽ വന്നു, പക്ഷെ ഒക്കെ പൊട്ടിപ്പോയി. ഓക്കെ, കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. ഏറ്റവും കുറഞ്ഞ കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് അമിതാവ് ഘോഷ്. അമിതാവ് ഘോഷ്. ഓക്കെ, അമിതാവ് ഘോഷ്. അമിതാവ് ഘോഷ് കണക്ട് ചെയ്യണേ. അമിതാവ് ഘോഷ്. ഒന്നല്ലെങ്കിൽ അമിതകാലം എന്ന ആഗ്രഹം മാത്രം മതി, അല്ലെങ്കിൽ അമിതകാലം എന്നുള്ള ആഗ്രഹം, പിന്നെ ഘോഷ് എന്നുള്ള ഘോഷ് അങ്ങനെ ഘോഷ് എന്ന് വെച്ച് ആ ഒരു സൗണ്ട് വെച്ച് കണക്ട് ചെയ്യാം. പോയി ഘോഷ് അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ അമിതകാലം എന്നുള്ളൊരു ആഘോഷം കൊണ്ട് വന്നു, എന്നിട്ടൊക്കെ പൊളിഞ്ഞു പോയി എന്ന് ജസ്റ്റ് മനസ്സിൽ അങ്ങനെ ഒന്ന് ആലോചിച്ച് വെക്കുക. ബാക്കി എല്ലാവരും കിട്ടുമല്ലോ. പിന്നെ റിസർവ് ബാങ്ക് ഗവർണറായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് റിസർവ് ബാങ്ക് ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ബാക്കി എല്ലാവരും സെറ്റായി. ഇവിടെ ഈ അമിതാവ് ഘോഷ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് നമ്മൾ നേരത്തെ പഠിച്ചു. ഞാൻ പറഞ്ഞു 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത്. പിന്നീട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ചോദിക്കുകയാണെങ്കിലാണ് 1935 ഏപ്രിൽ 1. ഓക്കെ, 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ആക്ട് ആണെങ്കിൽ 1934. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ, ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ. ₹1 ഒഴികെയുള്ള കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. ഓക്കെ, റിസർവ് ബാങ്ക് ഗവർണറാണ്. ₹1 നോട്ടിൽ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പുവെക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഗവർണറാണ്. അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ₹1 നോട്ടിൽ ഒഴികെ മറ്റെല്ലാ നോട്ടുകളിലും ആരാണ്? റിസർവ് ബാങ്ക് ഗവർണറാണ്. ഇനി ₹1 നോട്ടിലാണെങ്കിൽ അത് ധനകാര്യ സെക്രട്ടറിയാണ്. ഓക്കെ, അപ്പൊ അതും ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇത് മാത്രം, ഇതാണ് ചോദ്യം വരാറുള്ളത്. ₹1 ഒഴികെയുള്ള കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ്? റിസർവ് ബാങ്ക് ഗവർണറാണ്. അപ്പൊ ഗവർണർമാരെ പറ്റിയിട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഓക്കെ, സ്ഥാപിത മൂലധനം എത്രയെന്ന് നമ്മൾ അതിന്റെ ഇടയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, വിട്ടുപോയത് 5 കോടിയാണ്. 5 കോടി. ഓക്കെ, ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹം. ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ എപ്പോഴും കാണാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ? എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും? ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം എന്ന് ചോദ്യം വരാറുണ്ട്. പിന്നെ നമുക്ക് ഈ വൈക്കം സത്യാഗ്രഹത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് എന്ന് പറഞ്ഞൊരു ചോദ്യം എപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഭയങ്കര റിപ്പീറ്റിംഗ് ആണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് അല്ലെ. അദ്ദേഹമാണ് കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത്. ഒക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ വൈക്കം സത്യാഗ്രഹം വർഷം നമുക്കറിയാലോ, 1924 അല്ലെ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? PK മാധവനാണ്. പക്ഷെ അതിലും ഇമ്പോർട്ടന്റ് ആണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത്. നമുക്ക് പഠിക്കാം കേട്ടോ. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ആരംഭിച്ചത് എപ്പോഴാണ്? 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ്, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ഈ പേരാണ് നമ്മൾ പഠിക്കേണ്ടത്. TK മാധവൻ. TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അതായത് കണക്ട് ചെയ്ത് വെച്ചോ, ഇതിന് മുമ്പും ഒരു സംഭവമുണ്ട്. 1923 ഒരു പ്രധാനപ്പെട്ട സമ്മേളനം ഉണ്ട് അല്ലെ. ഏതാണ്? കാക്കിനഡ സമ്മേളനം. 1923 കാക്കിനഡ സമ്മേളനം. അതിലാണ് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത്? TK മാധവൻ അവതരിപ്പിച്ചത്. കാക്കിനഡ സമ്മേളനം ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് TK മാധവനാണ്. അപ്പൊ 1923 കാക്കിനഡ സമ്മേളനത്തിന് ശേഷം, അതായത് കാക്കിനഡ സമ്മേളനത്തിൽ TK മാധവൻ എന്താണ്? ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. അത് 1923. പിന്നെ ഐത്തത്തിനെതിരായി ഇന്ത്യയിൽ ആദ്യമായ ഒരു സംഘടിത കലാപം നടന്നു. അത് 1924. രണ്ടും ആര് കണക്റ്റഡ് ആണ്? TK മാധവൻ കണക്റ്റഡ് ആണെന്ന് ആലോചിക്കുക. അപ്പൊ 2 ചോദ്യം വന്നാലും ഇങ്ങനെ ഉത്തരം കിട്ടണം. അപ്പൊ ചോദ്യം വരും, കാക്കിനഡ സമ്മേളനത്തിലെ 1923 കാക്കിനഡ സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? TK മാധവനാണ്. 1924 വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? TK മാധവനാണ്. TK മാധവനാണ്. ഓക്കെ, അടുത്തത് വൈക്കം സത്യാഗ്രഹം ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മഠം ഏതാണ്? വെല്ലൂർ മഠമാണ്. വെല്ലൂർ മഠമാണ്. വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മഠമാണ് വെല്ലൂർ മഠം. ഇതൊന്ന് ഓർത്തു വെച്ചോട്ടോ. ഇനിയും ചോദ്യം വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു സാധനമാണ്. ഇനിയും വരുന്ന കാലത്ത് ചോദ്യം വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു സാധനം. ഓക്കെ, വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മഠമാണ് വെല്ലൂർ മഠം. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ആരംഭ സമയത്ത് ശ്രീമൂലം തിരുനാളാണ്.
വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി. ഓക്കെ, വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാന്ന് വെച്ചാൽ റാണി സേതു ലക്ഷ്മിബായി ആണ്. റാണി സേതു ലക്ഷ്മിബായി ആണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നീ പേരുകൾ, പിന്നെ പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് EV രാമസ്വാമി നായ്ക്കറാണ് കേട്ടോ. EV രാമസ്വാമി നായ്ക്കർ. ഓക്കെ, വൈക്കം ഹീറോ, വൈക്കം വീരർ, പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. ഇത് ചോദ്യം വരാറുണ്ട്. ഓക്കെ, വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വരാറുണ്ട്. വൈക്കം വീരൻ, വീരർന്നും വീരൻ എന്നൊക്കെ ചോദ്യം വരാറുണ്ട്. വൈക്കം വീരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലാണ് EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? ടി രാഘവയ്യ. ആരാണ്? ടി രാഘവയ്യാണ്. ടി രാഘവയ്യ. ഇത് പഠിച്ചു വെച്ചോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? വൈക്കം ഹീറോ, വൈക്കം വീരൻ, പിന്നെ അതുപോലെ തന്നെ പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം ഹീറോ, പിന്നെ വൈക്കം വീരൻ, പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു, എപ്പോഴും ചോദ്യം വരുന്നതാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് വേറെ കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒന്ന് NSSന്റെ സ്ഥാപകൻ, നായർ സർവീസ് സൊസൈറ്റി. NSS എപ്പോഴാണ്? 1914 NSS സ്ഥാപിച്ചത് ആര് എന്ന് ചോദ്യം വരാറുണ്ട്. NSSന്റെ സ്ഥാപകൻ ആരാണ്? അത് മന്നത്ത് പത്മനാഭനാണ്. നായർ സർവീസ് സൊസൈറ്റി. പിന്നെ ചോദ്യം വരാറുണ്ട്, കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആര്? ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആര്? ഇതൊക്കെ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. പിന്നെ 1924 നവംബർ 1 സവർണ ജാഥ. നവംബർ 1 കേട്ടോ. നവംബർ 1 സവർണ ജാഥ ആരംഭിച്ചത്. ഈ നവംബർ 12 എന്താണെന്ന് അറിയോ? ഇത് തിരുവനന്തപുരത്ത് എത്തിയിട്ട് റാണിക്ക് നിവേദനം സമർപ്പിച്ചതാണ് അല്ലെ? റാണിക്ക് തിരുവനന്തപുരത്ത് എത്തി റാണിക്ക് നിവേദനം സമർപ്പിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1924 നവംബർ 12. ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് എപ്പോഴാണ്? 1925 നവംബർ 23. 1925 അടുത്ത വർഷം 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചത് അല്ലെ? അവസാനിച്ചത് എപ്പോഴാണ്? 1925 നവംബർ 23. നവംബർ 23 വൈക്കം സവർണ ജാഥ ആരംഭിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ നവംബർ 1 കേട്ടോ. 1924 നവംബർ 1. നവംബർ 12 എന്നാണ് റാണിക്ക് നിവേദനം സമർപ്പിക്കുകയാണ്. റാണിക്ക് തിരുവനന്തപുരത്ത് എത്തി നിവേദനം സമർപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഓർത്തു വെക്കണം. ഇത്രയും കാര്യങ്ങൾ, ജസ്റ്റ് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട എന്താണ്? ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം. അത് ഇന്ത്യയിൽ നിന്ന് ചോദ്യം വരും, ദക്ഷിണേന്ത്യയിൽ നിന്നൊക്കെ ചോദ്യം വരും. ദക്ഷിണേന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം എന്നൊക്കെ ചോദിച്ചാലും ഏതാണ്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയതാരാണ്? മന്നത്ത് പത്മനാഭൻ. പിന്നെ വൈക്കം സത്യാഗ്രഹത്തിൽ, അതായത് ഈ സത്യാഗ്രഹികൾക്ക് വേണ്ടിയിട്ട് സൗജന്യ ഭക്ഷണശാല ഒരുക്കി കൊടുത്തത് ആരാണ്? അകാലികളാണ് അല്ലെ? അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അകാലികളാണ് കേട്ടോ. അകാലികൾ. ഓക്കെ, അകാലികളാണ് സൗജന്യ ഭക്ഷണശാല ഒരുക്കി കൊടുത്തത്. എന്താ? വൈക്കം സത്യാഗ്രഹികൾക്ക് വേണ്ടിയിട്ട് സൗജന്യ ഭക്ഷണശാല ഒരുക്കി കൊടുത്തത് അകാലികളാണ്. പഠിച്ചു വെക്കണേ, അകാലികൾ. അതുകൂടെ ഇതിന്റെ ഒപ്പം ഒന്ന് പഠിക്കാം. പിന്നെ വൈക്കം വീരർ, പെരിയോർ അല്ലെ? വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കർ. എല്ലാം ഇമ്പോർട്ടന്റ് ആയിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ നന്നായിട്ട് തന്നെ എല്ലാം പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് തന്നെ പഠിച്ചു പോവുക. ടെൻഷൻ അടിച്ച് പഠിക്കില്ല. ദയവ് ഇത് റിക്വസ്റ്റ് ആയിട്ട് കൂട്ടി. ഓക്കെ, ടെൻഷൻ അടിച്ച് പഠിക്കണം. നിങ്ങൾക്ക് ഒന്നും പഠിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടെ എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുക. ഈ നെഗറ്റിവിറ്റി ഒക്കെ മൈൻഡിൽ നിന്ന് കളയും. ഓക്കെ, നല്ല പോസിറ്റീവ് എനർജിയോട് കൂടെ മാത്രം പഠിക്കുക. പിന്നെ കിട്ടുന്ന സമയമൊക്കെ മാക്സിമം ഇപ്പോൾ ഇതിനെ യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പൊ കൊടുക്കുന്ന ഈ സമയമൊക്കെ പിന്നീട് നമുക്ക് നല്ലൊരു ലാഭമായിട്ട് തിരിച്ചു വരും. ഓക്കെ, ഈ സമയത്തിനൊക്കെ ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് പലതും വരാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഈ കളയുന്ന സമയത്തിനൊന്നും വിഷമിക്കേണ്ട. പോകുന്ന സമയം, ഇതിനു വേണ്ടി പോകുന്ന സമയങ്ങളൊക്കെ, ഇതിനു വേണ്ടി നിങ്ങൾക്ക് എത്ര കുറച്ച് സമയം വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ കൂട്ടി വെച്ച് പോയിക്കോ. അത് വലിയൊരു സമയമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ചെറിയ പോയിന്റ്സ് ആയിട്ടാണെങ്കിലും കിട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ ഇപ്പൊ തന്നെ പഠിച്ചു പോകും. ഒരു വലിയ റിസൾട്ട് നിങ്ങൾക്കായിട്ട് വരാനുണ്ട്. ഒരു വലിയ വിജയം നിങ്ങൾക്ക് വേണ്ടി വരാനുണ്ട്. നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു ജീവിതം നിങ്ങൾക്ക് വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുക. ഇപ്പോൾ പോകുന്ന ഈ സമയം, ഇപ്പോൾ കൊടുക്കുന്ന ഈ സമയമൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ലൊരു റിസൾട്ടായിട്ട് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തും. നല്ലൊരു റാങ്കോട് കൂടി തന്നെ നിങ്ങൾ ഓരോരുത്തരും പാസ്സാവും. ഓക്കെ, നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ വരുന്ന നിങ്ങൾ ഏത് പരീക്ഷക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത്, ആ ഒരു വിശ്വാസം എപ്പോഴും ഉള്ളിലുണ്ടാവണം. ആ ഒരു ഉറപ്പ് എപ്പോഴും ഉള്ളിലുണ്ടാവണം. ഓക്കെ, ഞാൻ എന്തായാലും ഈ എക്സാമിൽ ഞാൻ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. ആദ്യത്തെ റാങ്ക് ലിസ്റ്റ്, അതായത് ആദ്യത്തെ റാങ്കിൽ തന്നെ ഞാൻ ഉണ്ടാവും. ആദ്യത്തെ 10 റാങ്കിൻ്റെ ഉള്ളിൽ. അത് എത്രയാണോ നിങ്ങൾ 1ാം റാങ്കാണ്
പ്രതീക്ഷിക്കുന്നത് അതിൽ ഞാൻ എന്തായാലും ഉണ്ടാവും എന്ന രീതിയിൽ പഠിക്കുക. അപ്പോഴേ നിങ്ങൾ അതിനു വേണ്ടിയുള്ള പഠിത്തം പഠിക്കുള്ളൂ. ഇതെനിക്ക് കട്ട് ഓഫ് മാർക്കിന്റെ അടുത്ത് കിട്ടിയാൽ മതി, കട്ട് ഓഫ് മാർക്ക് ഒന്ന് കയറി കിട്ടിയാൽ മതി, ഇങ്ങനെ പഠിക്കരുത്. ആദ്യ റാങ്കുകളിൽ തീർച്ചയായും വരണം. ജസ്റ്റ് റാങ്ക് ലിസ്റ്റ് വരലല്ല ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, റാങ്ക് ലിസ്റ്റിൽ ജസ്റ്റ് വന്നാൽ പോരാ. ഒരുപാട് ബാക്കിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ജോലി കിട്ടില്ല. നിങ്ങൾ ന്യൂസുകളൊക്കെ കാണുന്നതല്ല. അപ്പോൾ ആദ്യ റാങ്കിൽ തന്നെ ന്യൂസ് കാണുന്നത് പലർക്കും ഇപ്പോൾ നെഗറ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ നെഗറ്റീവുകളും മൈൻഡിൽ നിന്ന് കാണാം. ആ നെഗറ്റീവുകൾ മാത്രം എടുക്കേണ്ട. പലർക്കും ജോലി കിട്ടുന്നുണ്ട്, കിട്ടാതെ പോകുന്നുണ്ട്, പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ മൈൻഡിൽ നിന്ന് വിട്ടുകളാം. നിങ്ങൾക്ക് ഇത് വിധിച്ചിട്ടുണ്ടാവും. ആ വിധിച്ചത് നിങ്ങളുടെ മുമ്പ് തന്നെ വന്നെത്തും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വിധിച്ചതാണെങ്കിൽ വേറെ ആരും അത് തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി വർക്കൗട്ട് ചെയ്തിട്ട് അതിലേക്ക് ആ സ്ഥാനത്തേക്ക് എത്തുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് തന്നെ വന്നെത്തും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ നെഗറ്റീവുകളൊന്നും മൈൻഡിൽ വേണ്ട, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ റാങ്കുകളിൽ വരാൻ വേണ്ടി പഠിക്കുക. ജസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ വരിക അല്ലെങ്കിൽ കട്ട് ഓഫിന്റെ മേലെ വരിക, ഈ രീതിയിൽ പഠിക്കരുത്. ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ആദ്യത്തെ റാങ്കുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും. ഓക്കെ, നിങ്ങൾ തീർച്ചയായും വരും. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കട്ടോ. നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നല്ല പോസിറ്റീവ് എനർജിയോടുകൂടെ. പിന്നെ പഠനത്തിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇതുപോലെ മൈൻഡ് ഉണ്ടെങ്കിൽ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാം, നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, അത് ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളിപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു 1 വീക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്ത് നോക്ക്. പിന്നെ നിങ്ങൾക്ക് അതിന് നല്ലൊരു റിസൾട്ട് കിട്ടും. നല്ല സമാധാനത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ, സമാധാനത്തിൽ പഠിച്ചാലേ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തലയിൽ നിൽക്കുള്ളൂ. പിന്നെ ഓരോ കാര്യങ്ങളും എപ്പോഴും റിവിഷൻ ചെയ്യുക. ഞാൻ പിന്നെ പറയുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ കേട്ട് നിങ്ങൾക്ക് പോലും അടുത്തുണ്ടാവും, എങ്കിലും റിവിഷൻ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യുക. റിവിഷനിലെ മെത്തേഡ് അടക്കം ഞാൻ പറഞ്ഞു തന്നതാണ്. മനസ്സിലായാലും നിങ്ങൾ റിവിഷൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി സമയം കിട്ടുന്നില്ല, എനിക്ക് വീട്ടു ജോലിയുണ്ട് അല്ലെങ്കിൽ മറ്റു ജോലിയുണ്ട്, വേറെ ജോലിക്കിടയിലാണ് പഠിക്കുന്നത്, ഇങ്ങനത്തെ ഇതൊന്നും വേണ്ട. ഈ നെഗറ്റീവുകൾക്കൊക്കെ ഇടയിൽ നിങ്ങൾ സമയം കണ്ടെത്തണം. ഓക്കെ, നിങ്ങൾ ഈ സഹിച്ച് പിടിച്ച് നിങ്ങൾ സമയം കണ്ടെത്തി നിങ്ങൾ എന്തൊക്കെ മറികടന്ന് നിങ്ങൾ നേടുന്നോ അതിനാണ് രുചി ഉണ്ടാവുക. പലതും നിങ്ങൾ നേരിടേണ്ടി വരും. ചിലപ്പോൾ പല ജോലിക്കിടയിലാവും. ഈ ഓട്ടോറിക്ഷ ഓടിച്ച് പഠിക്കുന്നവർ വരെ ഇതിലുണ്ട്, വീട്ടുജോലിക്കിടയിൽ പഠിക്കുന്നവരുണ്ട്, ഹെഡ്സെറ്റ് വെച്ച് വീട്ടുജോലിക്കിടയിൽ പഠിക്കുന്നവരുണ്ട്. അങ്ങനെ പല സന്ദർഭത്തിൽ പഠിക്കുന്ന ഒരുപാട് ആളുണ്ട്. പലർക്കും പല രീതിയിലുള്ള കഥകളുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഭാഗം മാത്രം നെഗറ്റീവാണ്, എനിക്ക് മാത്രം എന്താ അങ്ങനെ വരുന്നത്, അങ്ങനെ വിചാരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ സമയം കണ്ടെത്താൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ കഷ്ടപ്പെടുന്നതിനുള്ള റിസൾട്ട് അത്രയും രുചി ഉണ്ടാവും അതിന്. ഓക്കെ, അത്രയും നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അല്ലാതെ നിങ്ങളിങ്ങനെ ഒക്കെ ഇങ്ങനെ മെത്തയിൽ ഇങ്ങനെ കൊടുന്നു തന്ന്, അതായത് 3 നേരം ഭക്ഷണം കൊടുന്നു തന്ന് പിന്നെ ബുക്കും മുമ്പിൽ വെച്ച് ഇങ്ങനെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഈ കിട്ടുന്നതിന് വലിയൊരു സന്തോഷമൊന്നും ഉണ്ടാവില്ല. അതായത് വലിയൊരു റിസൾട്ട് അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം എത്തിക്കേണ്ടതൊക്കെ ഇവിടെ കൊടുന്ന് എത്തിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. ഈ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ നിങ്ങൾ പഠിക്കുന്നതിന് അത്രയും രുചി ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ആ രുചി നിങ്ങൾ അറിയണം. അതിന് വേണ്ടിയിട്ട് തീർച്ചയായും ഇത് നേടണം. അപ്പോൾ ഇനി അധികമൊന്നും പറയുന്നില്ല, നമുക്ക് നിർത്താം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം അറിയിക്കുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.